5, 10, 17-37. ഇവിടെ എഴുതേണ്ട നമ്പർ എത്രയാണ്? കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നു, അല്പം അവിടുന്ന് വായിക്കുന്നു. ഇവിടെ എഴുതേണ്ട നമ്പർ എത്രയാണ് എന്ന് കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നു, കുട്ടികൾ എഴുതുന്നു, അല്പം അവിടുന്ന് നോക്കി വായിക്കുന്നു. ഇവിടെ എഴുതേണ്ട നമ്പർ എത്രയായിരിക്കും? അൽഫ പല ആൻസറും വന്നു കഴിഞ്ഞു. ശരിയായ ഉത്തരം എത്രയായിരിക്കും അൽഫ? 26 ആണ്. എങ്ങനെയാണ് ഇത് 26ലേക്ക് വരുന്നത്? അൽഫ പറഞ്ഞോളൂ. 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. 2ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. ഇത് അടുത്തടുത്ത ഒറ്റസംഖ്യകൾ കൂടി പോകുമ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടി മുന്നോട്ട് പോയിക്കോട്ടെ. 5ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. അപ്പം 1, 3, 5 എന്നീ തുടങ്ങുന്നത് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണ് എന്ന് വ്യക്തം അല്ലേ? ആണോ അല്ലയോ? ശരി, കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണ്. യെസ്. ആ അടുത്ത ഓഡ് നമ്പർ ഏതായിരിക്കും? 7. അപ്പോൾ 7 കൂട്ടിയിട്ടാണ് 17 കിട്ടുന്നത്. ഇനി 17 26ലേക്ക് പോകണമെങ്കിൽ എത്രയായിരിക്കും കൂട്ടിയിട്ടുണ്ടാവുക? 9. ആ 9 കൂട്ടിയപ്പോൾ 26 ആണ് നമുക്കിവിടെ ലഭിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 26. മനസ്സിലായോ കുട്ടികൾ? യെസ് എന്ന് ടൈപ്പ് ചെയ്തോളൂ. യെസ് എന്ന് ടൈപ്പ് ചെയ്തോളൂ. യെസ്. കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. പങ്കെടുക്കാത്ത കുട്ടികൾക്ക് ഈ ക്ലാസ്സുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. യൂട്യൂബിൽ ലാഡർ LSS എന്ന യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ഈ ക്ലാസ് കാണാം. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അയച്ചിരുന്ന ചോദ്യങ്ങളാണ് ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഹൗ മെനി 2-digit numbers are there? നമുക്ക് എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? അതാണ് നിങ്ങളോടുള്ള ചോദ്യം. ഹൗ മെനി 2-digit numbers are there? ടൈപ്പ് ചെയ്തോളൂ. ഹൗ മെനി 2-digit numbers are there? നമുക്ക് എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് എന്നാണ്, എത്ര എണ്ണം, അതാണ് ചോദ്യം. എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നമുക്ക് എത്ര കൊടുക്കാം? 90 ആണ്. 90 രണ്ടക്ക സംഖ്യകളെ നമുക്കുള്ളൂ. ആ രണ്ടക്ക സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് അൽഫ? 10 മുതൽ. 10 രണ്ടക്ക സംഖ്യയാണ്. 11 അങ്ങനെ നമുക്ക് 99 വരെ പോകണമല്ല. പക്ഷെ ഇത് ചെയ്യാനുള്ള എളുപ്പമാർഗം എന്താണ്? രണ്ടക്ക സംഖ്യകൾ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം, ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ 99. 99ൽ നിന്ന് ഏറ്റവും വലിയ ഒരക്ക സംഖ്യയായ 9 മൈനസ് ചെയ്താൽ പോരെ അൽഫ? യെസ്, ഇതാണ് ഇതിന്റെ എളുപ്പമാർഗം. 99 ആണ് ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ. ആ രണ്ടക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും വലിയ ഒരക്ക സംഖ്യ 9 മൈനസ് ചെയ്താൽ കിട്ടുന്ന സംഭവമാണ്. ഇനി നേരത്തെ അൽഫ പറഞ്ഞതുപോലെ വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാം: 10, 11 അങ്ങനെ പോയി 99 വരെ എത്രയുണ്ട് എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ 90 ആണ് മക്കളെ, 90 ആണ്. മനസ്സിലായ കുട്ടികൾക്ക് ലൈക്ക് തരാം, അല്ലെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. മനസ്സിലായവർക്ക് യെസ് എന്ന് ഷോർട്ടായിട്ട് ടൈപ്പ് ചെയ്താൽ മതി. എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? അൽഫ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ശരി, 90 രണ്ടക്ക സംഖ്യകളാണ് അൽഫ നമുക്കുള്ളത്. അത് ശരി തന്നെ. പക്ഷേ 90 രണ്ടക്ക സംഖ്യകളിൽ 11 വരും, 22 വരും, 33 വരും. ഇത് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു. അടുത്ത ചോദ്യം വരുന്നു: അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ, അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് എന്നാണ് അടുത്ത ചോദ്യം. ഹൗ മെനി 2-digit numbers are there without repeating the digits? അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? ടൈപ്പ് ചെയ്യൂ, എല്ലാവരും ടൈപ്പ് ചെയ്യൂ. അക്കങ്ങൾ ആവർത്തിക്കാതെ. ഇത് ആവർത്തിച്ചുകൊണ്ടാണ് നമ്മളോട് ഈ പറഞ്ഞിരിക്കുന്ന 90. പക്ഷേ ഇതിൽ അക്കങ്ങൾ ആവർത്തിക്കാതെ
വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? അല്പ കുട്ടികൾ ടൈപ്പ് ചെയ്ത് നോക്കണേ. എത്രയാണ് ആൻസർ വന്നിരിക്കുന്നത് അൽഫ? 81 റൈറ്റ് ആൻസർ ആണ്. 81 കിട്ടിയ കുട്ടികൾക്കെല്ലാം ലൈക്ക് കൊടുക്കണം. 81 ആണ്. ഇവിടെയും പ്രശ്നം വന്നു. ഈ 81ൽ നിന്ന് 90യിൽ നിന്ന് 9 വീണ്ടും കുറയ്ക്കുന്നു. 90യിൽ നിന്ന് 9 വീണ്ടും കുറച്ചപ്പോഴാണ് 81 കിട്ടിയത്. ഈ 9 ഏതാണ്? അത് 11ൽ വരാം, 22ൽ വരാം, 33ൽ വരാം. അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ്. റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ചല്ലേ പോലെ. 44 വരാം, 55 വരാം, 66 വരാം, 77 വരാം, 88 വരാം, 99 വരാം. 1 2 3 4 5 6 7 8 9. ആ 9 കുറച്ചല്ല മതി. മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. അൽഫ, ഈ 81 കിട്ടിയതെന്ന് പറഞ്ഞു കൊടുക്കാമോ? 81 നമ്മൾക്ക് കിട്ടിയത് നമ്മൾ ഈ രണ്ടക്ക സംഖ്യകൾ ആവർത്തിച്ച് വരുന്നത് 9 രണ്ടക്ക സംഖ്യകളാണുള്ളത്. 11, 22, 33, 44, 55, 66, 77, 88, 99. അങ്ങനെയാണ് നമ്മൾക്ക് 9 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 90-ന് 9 കഴിച്ചാൽ 81. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അൽഫ റെഡി അല്ലേ? മറ്റു കുട്ടികൾ റെഡി ആണെങ്കിൽ റെഡി എന്ന് ടൈപ്പ് ചെയ്യൂ. അടുത്ത ചോദ്യത്തിലേക്ക് റെഡി ആണെങ്കിൽ റെഡി എന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങളെ ഞാനിപ്പോൾ തുറന്ന് വിടാം, കാരണം നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെക്കാം. എല്ലാവരും കൂടി ഒന്നിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബഹളം വെക്കുന്നതുകൊണ്ടാണ്. വീണ്ടും ഞാൻ ചോദിക്കുന്നു, വടകര ശ്രീനാരായണ സ്കൂളിലെ കുട്ടികൾ ഇതിലുണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യണേ. ശ്രീനാരായണ സ്കൂൾ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. ഉണ്ടോ? യെസ് ഓർ നോ? ഓക്കെ, അവിടെ ഇല്ല. ഓക്കെ, ശരി. അവർ റെഡിയാണ്, കുട്ടികൾ റെഡിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ. ഇതാ വരുന്നു അടുത്ത ചോദ്യം. 1 into 2 into 3 into 4 into 5 into 6 into dash 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 dash. അങ്ങനെ 20 വരെ മൾട്ടിപ്പിൾ ചെയ്താൽ ആ മൾട്ടിപ്പിളിൽ അവസാനം എത്ര സീറോ ഉണ്ടാവും? How many zeros are there in the product of 1 into 2 into 3 into up to 20? 20 വരെ മൾട്ടിപ്പിൾ ചെയ്താൽ ഒടുവിൽ എത്ര സീറോസ് ഉണ്ടാവും? ടൈപ്പ് ചെയ്തു. അൽഫ, 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 4 സീറോസ്. ഈ 1 into 2 into 3 into 4 into 5 എത്രയാണ്? അല്ലെങ്കിൽ 1 into 4 വരെ മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ് അൽഫ? 24. ആ 24ൽ സീറോ ഉണ്ടോ? ഇല്ല. 1 into 2 into 3 into 4 into 5 എത്രയാണ് അൽഫ? 24 into 5 again. ഓ, 120. 120 ആണ്. ആ 120ൽ എത്ര സീറോ ഉണ്ട്? അപ്പം ഓരോ 5 വരുമ്പോഴും ഈ സീറോയിൽ ഉത്തരവാദിയായ 2 നമ്പേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? 5ഉം 2ഉം. 5ഉം 2ഉം കയറി വരുമ്പോഴാണ് സീറോ വന്നിരിക്കുന്നത്. അപ്പോൾ 5 വരെ ഗുണിക്കുമ്പോൾ 1 സീറോ, 10 വരെ ഗുണിക്കുമ്പോൾ 2 സീറോ, 15 വരെ ഗുണിക്കുമ്പോൾ 3 സീറോ, 20 വരെ ഗുണിക്കുമ്പോൾ 4 സീറോ വരുമ്പോൾ മുതിർന്ന ക്ലാസ്സിലേക്ക് വരുമ്പോൾ 25 വരെ ഗുണിക്കുമ്പോൾ 5 സീറോ അല്ല, അത് 6 സീറോ ഉണ്ടാവും. അതവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു പക്ഷേ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. 25 വരെ ഗുണിക്കുമ്പോൾ 6 സീറോസ് ഉണ്ടാവും. കാരണം ഈ 25നെ 5 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ലഭിക്കുന്നു, 5 സീറോസ്. പക്ഷേ ഈ 5നെ വീണ്ടും 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് 5ഉം 1ഉം 6 സീറോസ് വരുന്നത്. തൽക്കാലം നിങ്ങൾ 6 സീറോസ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കി വെക്കുക.
ഇത് USSന്റെ കുട്ടികളോടും LSSന്റെ കുട്ടികളോടും ഒരേപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് എന്ന് തിരിച്ചറിയുക. ഇനി നിങ്ങളോട് അടുത്ത ചോദ്യം വരുന്നു. പെട്ടെന്ന് ആൻസർ ചെയ്യണം. 8 പ്ലസ് 80 പ്ലസ് 800 പ്ലസ് 8000 എത്രയാണ്? പെട്ടെന്ന് ആൻസർ ചെയ്യണം. വാട്ട് ഈസ് ദ സം ഓഫ്? കുട്ടികൾ ടൈപ്പ് ചെയ്തോ? അൽഫ യെസ് സർ. എത്രയാണ്? 8188. അത് ശരിയാണോ? യെസ് സർ. എങ്കിൽ തിരിച്ചൊരു ലൈക്ക് അവർക്ക് കൊടുക്കൂ. ലൈക്ക് കൊടുത്തേക്ക്. കൊടുത്തോ? ശരി. പതിവായിട്ട് വരുന്ന മറ്റൊരു ചോദ്യം പരിചയപ്പെടുത്തരാം. ഞാൻ ഇവിടെ മലയാളത്തിൽ എഴുതും, ഇംഗ്ലീഷ് വേർഷൻ ഞാൻ പറയും. 115 എന്ന് റോമനിൽ എങ്ങനെ എഴുതാം? എഴുതി കാണിക്കൂ. എല്ലാവരും എഴുതി കാണിക്കൂ. 115 എങ്ങനെ റോമനിൽ എഴുതാം? പെട്ടെന്ന് എഴുതി കാണിക്കൂ. റോമനിൽ എങ്ങനെ എഴുതാം? ഇതൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് എടുത്താണ്. പെട്ടെന്ന് എഴുതണം. ആൻസർ വന്നോ? യെസ് സർ. ആ, ഏതാണ് മോളെ ആൻസർ? ഇങ്ങനെ വന്നിട്ടുണ്ടോ? യെസ് സർ. യെസ്. 100, 10, 15. 115. പലരും തെറ്റായ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇത് ശരിയാണ്, ഇതാണ് ശരി. 115 എഴുതിയിരിക്കുന്നത്. അത് ശരിയല്ലേ അൽഫ? യെസ് സർ. ശരി. 1 മണിക്കൂറും 25 മിനിറ്റാണ് എടുത്തെങ്കിലോ? അതൊന്ന് ടൈപ്പ് ചെയ്തു. 1 മണിക്കൂറും 25 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തി എങ്കിൽ സമയം കാണിക്കൂ. എത്തിച്ചേർന്ന സമയം. ചോദ്യം മാറ്റിയിട്ടുണ്ട്. നേരത്തെ ചോദ്യം ഒന്ന് മാറ്റി പിടിച്ചു. 1 മണിക്കൂറും 25 മിനിറ്റ് ആകുമ്പോൾ ഏത് സമയത്താണ് എത്തിയിട്ടുണ്ടാവുക? വീട്ടിലെത്തിയ സമയം. ആൻസർ വന്നോ മോളെ? നോ സർ. വന്നല്ലോ. 1-2 ആൻസർ വന്നല്ലോ. വന്നിട്ടുണ്ട്. അനൂപ, രാജേഷ് ഒക്കെ ടൈപ്പ് ചെയ്ത് ശരിയാണല്ലോ. ശരിയല്ലേ? യെസ്. ആ, 1:10 വന്നിട്ടുണ്ടോ? 11:45 കൂടെ 1 മണിക്കൂറും 25 മിനിറ്റും കൂടി കൂട്ടിയാൽ എത്രയാണ് അൽഫ? 1:10 PM. ഇത് പറഞ്ഞാൽ മതി. ഇതൊന്ന് കൂട്ടി നോക്കൂ. 12:70 കിട്ടില്ലേ? യെസ്. ഈ 12:70 70 ഒന്ന് ചില്ലറയാക്കിയാലോ? 70 നമുക്കങ്ങ് സ്പ്ലിറ്റ് ചെയ്തറിയാം. 60 + 10 എന്ന് എഴുതാം. ഇതെന്തിനായിരിക്കും ഞാൻ 60 + 10 എന്ന് എഴുതിയത് അൽഫ? മണിക്കൂറിലേക്ക് മാറ്റി. ആ 12 മണി പിന്നെ ഇങ്ങോട്ട് മാറിയപ്പോൾ 1 മണിക്കൂർ കൂടി വന്നപ്പോൾ അത് 1 മണിയായിട്ട് മാറി. പിന്നെ ഈ 10 ഉണ്ട്. കുട്ടികൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അവർ PM എന്ന് കാണിച്ചിട്ടില്ല. പരീക്ഷയ്ക്ക് PM-ഉം AM-ഉം പ്രത്യേകം കാണിക്കണം, എങ്കിലേ മാർക്ക് കിട്ടും. ഇത് മനസ്സിലായവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പം മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നു. ഒന്ന് വിവരിച്ചു കൊടുക്കും മോളെ. ചില കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് വിവരിച്ചു കൊടുക്കും. 11:45 AM-നാണ് യാത്ര തിരിച്ചത്. 1 മണിക്കൂറും 25 മിനിറ്റും കൊണ്ട് വീട്ടിലെത്തി. അപ്പോൾ 11:45 + 1:25. അപ്പോൾ നമുക്ക് ആൻസർ 12:70 എന്ന് കിട്ടും. അതിനെ മണിക്കൂറിലേക്ക് മാറ്റാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. 60 + 10. 12-നോടൊപ്പം 1 മണിക്കൂർ ചേർത്ത് അതിനെ 1
യെസ്, ഓക്കെ. ഇനി വീൽ ഓഫ് ടൈമിൽ അറൈവൽ ടൈം, പുറപ്പെട്ട സമയം വേറെ, എത്ര സമയം എടുത്തു എന്ന് ചോദിക്കാറുണ്ട്. ഇങ്ങനെ പല രീതിയിലും ചോദ്യങ്ങൾ വരാറുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനിടയ്ക്ക് ഒരു ചെറിയൊരു ചോദ്യം തരികയാണ്. ആ ചെറിയ ചോദ്യം കുട്ടികൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു ചെറിയ ചോദ്യം. 7305 എത്രയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? 7305. ഈ നാലക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സീറോ ഒരു അക്കമാണെന്നുള്ള മുമ്പേ പറയുന്നതാണ്. സീറോ ഈസ് എ ഡിജിറ്റ്. ഇതിൽ 4 ഡിജിറ്റ്സ് ഉണ്ട്. ഈ 4 അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? What is the difference of this 4 digits 7305 using the largest 4-digit number and the smallest 4-digit number? ഇത് ഉപയോഗിച്ച് എഴുതാൻ കഴിയുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും തമ്മിലുള്ള ഡിഫറൻസ് എത്ര? പെട്ടെന്ന് ടൈപ്പ് ചെയ്യൂ. What is the difference? ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? വ്യത്യാസം എഴുതിയോ മക്കളെ ആരെങ്കിലും? അൽഫ, ഇത് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 7530. ഏറ്റവും ചെറുതോ? 3057. കാരണം സീറോ ആദ്യം എഴുതിയാൽ അത് 4 അക്ക ആവില്ലല്ലോ. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് മോളെ? 4473. ശരിയാണോ അത്? കുട്ടികൾ പറയട്ടെ ശരിയാണോ എന്ന്. ശരിയാണെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ. യെസ്, വെരി ഗുഡ്. അപ്പം ഇത്തരം ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ഇത് 4 അക്ക സംഖ്യ എന്നുള്ളതെല്ലാം പോയി ഇപ്പൊ 5 അക്ക സംഖ്യയിലേക്കെല്ലാം കടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ വീൽ ഓഫ് ടൈം എന്നുള്ള ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു കുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട്, പതിവായിട്ട് വരുന്ന ചോദ്യവും കൂടിയാണിത്. ഒരു സംഖ്യയോട്, ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ പറയാം. ഒരു സംഖ്യയോട് 48 കൂട്ടുന്നതിന് പകരം 48 കൂട്ടുന്നതിന് പകരം ആരോ ഒരാൾ ഇങ്ങനെ ചെയ്തു പോയി. ഒരു സംഖ്യയോട് 48 അദ്ദേഹം കൂട്ടേണ്ടിയിരുന്നത്. അത് തിരിച്ചിട്ട് കൂട്ടി, 48 അങ്ങ് തിരിച്ച്. അപ്പോൾ അത് തിരിച്ച് കൂട്ടിയാൽ, ഇന്റർചേഞ്ച് ചെയ്ത് കൂട്ടി, തിരിച്ചു കൂട്ടിയപ്പോൾ അദ്ദേഹത്തിന് 3482 കിട്ടിയത്. 48 കൂട്ടുന്നതിന് പകരം 48 തിരിച്ചിട്ട് കൂട്ടിപ്പോയി അദ്ദേഹത്തോട്. അപ്പൊ കിട്ടിയത് 3482. എങ്കിൽ ശരിയായ ഉത്തരം എത്ര? What is the right answer? Instead of adding 48, he added the interchange of 48. He got the answer 3482. What is the real answer? Right answer എത്രയാണ്? കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ടോ മോളെ? $3398. അൽഫക്ക് എന്റെ ചോദ്യം മനസ്സിലായോ? ആ ചോദ്യം ഒന്ന് വിവരിച്ച മോള്.
കൂട്ടുന്നതിന് പകരം തിരിച്ചു കൂട്ടിയപ്പോൾ 3482 കിട്ടിയത്. ശരിയായ ഉത്തരം എത്ര? അൽഫ ശരിയായ എങ്ങനെയാണ് അൽഫ ആ ചോദ്യത്തിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക? ഇയാൾക്ക് 3482 കിട്ടിയത് അല്ലേ അൽഫ? Yes. ആ 3482 ഇയാൾക്ക് കിട്ടിയത് ഏത് കൂട്ടിയിട്ടാണ്? ഈ 48 തിരിച്ചിട്ട് കൂട്ടിയിട്ടല്ലേ? Yes. അപ്പൊ 48 തിരിച്ചാൽ എത്രയാ? 84. അപ്പൊ ഈ 84 നിന്ന് ആദ്യം അയാൾ അബദ്ധം ചെയ്തത് ഇന്ന് കുറയ്ക്കണ്ടേ? Yes. അയാൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. ആ 84 അബദ്ധത്തിൽ കൂട്ടിപ്പോയി. അതിൽ എന്തായാലും ഒഴിവാക്കണ്ടേ? വേണോ വേണ്ടിയോ? അൽഫ പറയണം, വേണോ വേണ്ടിയോ? Yes. വേണം. ഇത് ഒഴിവാക്കിയത് എത്രയാ മോളെ? 3398. ശരിയാണ്. 3398 ആയിരുന്നു ആ സംഖ്യ എന്ന് നമുക്ക് മനസ്സിലായി. കാരണം അയാൾ ചെയ്തു പോയ തെറ്റ് നമ്മൾ ഒഴിവാക്കി. ഇനി ഒന്ന് കൂട്ടിക്കോളി. എത്ര അയാൾ കൂട്ടേണ്ടത്? 48. 4. അയാൾ 48 കൂട്ടട്ടെ. വീണ്ടും കറക്റ്റിൽ നേരായ മാർഗത്തിലേക്ക് പോട്ടെ. അയാൾ തെറ്റായിട്ട് ചെയ്തു പോയാൽ നമ്മളിങ്ങ് എടുത്തു. അതെടുത്തപ്പോ 3330 സംഖ്യ മനസ്സിലായി. 3398 ഇത് കൂട്ടിയാൽ എത്രയാണ് അൽഫ? 3446. ഇത് മനസ്സിലായ കുട്ടികൾ അൽഫക്ക് ഒരു ലൈക്ക് കൊടുക്കൂ. അൽഫ ലൈക്ക് വരുന്നുണ്ടോ മോളെ? Yes, sir. ലൈക്ക് വരുന്നു. ഒരു മാസത്തെ 10-ാം തീയതി ബുധൻ ആണെങ്കിൽ ആ മാസത്തെ 30-ാം തീയതി ഏത് ദിവസം? ഓക്കെ. Tenth of a month is Wednesday, and what is the day of 30th of the same month? 30-ാം തീയതി ഏത് ദിവസമായിരിക്കും? ടൈപ്പ് ചെയ്തോളൂ. ഏത് ദിവസമാണ് കുട്ടികൾ ടൈപ്പ് ചെയ്തത് മോളെ? ട്യൂസ്ഡേ. ഞാൻ ഉദ്ദേശിച്ചത് 2024 ജനുവരിയിലെ സാധനം വെച്ചാണെങ്കിലോ. ഈ മാസത്തിലെ 10-ാം തീയതി ബുധനാഴ്ച വെനസ്ഡേ ആണ്. ആ മാസത്തെ 30-ാം തീയതി 10-ാം തീയതി ഇങ്ങനെയാണെങ്കിൽ 31-ാം തീയതി ഇവിടെ ബുധനാഴ്ച തന്നെയാണ്. തൊട്ടിപ്പറാണ് 30-ാം തീയതി വരുന്നത്. അത് ചൊവ്വാഴ്ചയാണ്. ഈ ഒരു മാസത്തെ കലണ്ടർ നിന്നാണ് ചോദ്യം ഉണ്ടാക്കിയതാണ്. ഒരു കലണ്ടറിൽ മനസ്സിലാക്കി വെച്ചോളൂ. 1-ാം തീയതിയും 29-ാം തീയതിയും ഒരേ ദിവസമായിരിക്കും. ജനുവരി 2024 ജനുവരി 1 തുടങ്ങുന്നത് തിങ്കളാഴ്ചയാണെങ്കിൽ ആ 2024 ലീപ്പ് ഇയർ ആണ്, അതിവർഷം. ലീപ്പ് ഇയർ ആകുമ്പോൾ 1-ാം തീയതി തുടങ്ങുന്ന അതേ ദിവസം തന്നെ ഡിസംബർ 31 അവസാനിക്കില്ല. ഡിസംബർ 31 വരെ ചൊവ്വാഴ്ചയായിരിക്കും. ഇതാ ഡിസംബർ 31 ചൊവ്വാഴ്ച. ഡിസംബർ 31 ചൊവ്വാഴ്ച. അപ്പൊ നമ്മുടെ 2024 അവസാനിക്കുന്നത് ചൊവ്വാഴ്ചയാണ്. അത് വേറെ ചോദ്യങ്ങൾ വരാം. 2024 ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ ആ ജനുവരിയിൽ 1, 2, 3, 4, 5 തിങ്കളാഴ്ച. ഇങ്ങനെ ഓരോ മാസത്തെയും തിങ്കളാഴ്ചകൾ കൂട്ടിയാൽ ആ തിങ്കളാഴ്ച നിങ്ങൾക്ക് 53 എണ്ണം ഉണ്ടാകും. നോട്ട് ചെയ്തോളൂ, 53. ഇനി ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് 53 തന്നെ ഉണ്ടാവണം. കാരണം 2024 ലീപ്പ് ഇയർ ആണ്. അപ്പൊ തിങ്കളാഴ്ച 53 വന്നു തുടക്കമായതുകൊണ്ട്. ആ വർഷം മുഴുവൻ ചൊവ്വാഴ്ചയും 53 വന്നു തൊട്ടടുത്ത ദിവസമായതുകൊണ്ട്.
ബാക്കിയെല്ലാം ഇനി 5 കൂടി ഉണ്ട്. 52 വീതം ഉണ്ടാവും. 52, 52, 52, 52. 1, 2, 3, 4, 5, 6, 7. ഇത് കൂട്ടിയാൽ നിങ്ങൾക്ക് 366 കിട്ടേണ്ടത്. 2023 കഥ നോക്കാം. 2023 ജനുവരി 1 തുടങ്ങിയത് ഞായറാഴ്ചയാണ്, സൺഡേ. 2023 ഡിസംബർ 31 അവസാനിക്കുന്നതും അതേ ഞായറാഴ്ച തന്നെ. ഒരു മാറ്റവും ഇല്ല. സാധാരണ വർഷമാണ് ഓർഡിനറി ഇയർ. ഓർഡിനറി ഇയറിൽ എന്ന് തുടങ്ങുന്നുവോ ഒടുക്കവും അതേ ദിവസമായിരിക്കും, ഞായറാഴ്ച. അവിടെ നിങ്ങളോടൊരു ചോദ്യം. 2023 ജനുവരി 1 സൺഡേ ആണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, സൺഡേ നിങ്ങൾക്ക് 53 എണ്ണം ഉണ്ടാകും. ബാക്കി മൺഡേയും തീർത്തും ബാക്കിയുള്ള 6 ദിവസവും 6 ദിവസം നിങ്ങൾക്ക് 52 വീതേ ഉണ്ടാകൂ. എങ്കിലാണ് ഇവിടെ 365 കിട്ടുകയുള്ളൂ. ഇതൊക്കെ പതിവായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണെന്ന് തിരിച്ചറിയുക മക്കളെ. നിങ്ങൾ പോകാൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. ഒരു ട്രെയിനിൽ കയറി നമുക്ക് യാത്ര ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് രാജുവിൻ്റെ കഥ നോക്കാം. രാജു എന്താണ് ചെയ്തത്? രാജു ആ ചോദ്യം എഴുതിയെടുത്തോളൂ. ഒന്നവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അൽഫയ്ക്ക്? ഇല്ല. അപ്പം നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടീനെ വിളിക്കാം. ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി ഒന്ന് അവിടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. അങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി ഒന്ന് മുന്നോട്ട് വന്നാൽ നന്നായിരുന്നു. പേര് ടൈപ്പ് ചെയ്താൽ നിങ്ങളത്. ആ കുട്ടിയെ വിളിക്കും. പറ്റുമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കും. യെസ്. ആദ്യ പറ്റെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കും. മോളെ രാജു 10:35 പുറപ്പെട്ടു. ഏമാണ് 10:35 AM പുറപ്പെട്ടു. രാജു യാത്രക്കെടുത്ത സമയം 2 മണിക്കൂറും 45 മിനിറ്റുമാണ്. 2 മണിക്കൂറും 45 മിനിറ്റും. 2 hours 45 minutes. രാജു വീട്ടിലെത്തിയ സമയം എത്ര? പത്തേ 35 AM പുറപ്പെട്ടു. 2 മണിക്കൂറും 45 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തിയ സമയം കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ടോ മോളെ? എത്രയാണ്? ഈ AM ഉം PM ഉം കാണിക്കാതെ ടൈപ്പ് ചെയ്യരുത്. ഒന്നുകിൽ AM അല്ലെ PM, അത് കാണിക്കണം. എങ്കിൽ മാത്രമേ ഉത്തരം ശരിയാവും. 1:20 ശരിയാണ്. 10:35 സ്റ്റാർട്ട് ചെയ്തു. 2 മണിക്കൂറും 45 മിനിറ്റും എടുത്തു. കൂട്ടിക്കോളൂ. 5 10 4 8 12:80 എന്ന സമയം 80 ചില്ലറയാക്കി 60 20 ആക്കി മാറ്റി. 60 ഇങ്ങോട്ട് ക്ഷണിച്ചു. അത് 1 മണിയായി മാറി. 1 മണിക്കൂർ 1 മണിയായി മാറി. 1:20 PM. അതാണ് ശരി. മനസ്സിലായവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യും. ശരി. നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഫ ഒന്ന് വിവരിച്ചു കൊടുക്കുമോളെ, കുട്ടിക്ക് മനസ്സിലായിക്കില്ല അല്ലേ? രാജു 10:35 AM പുറപ്പെട്ടു. 2 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തി. എങ്കിൽ രാജു എത്തിയ സമയം എത്ര? അതിന് നമ്മൾ 10:35 2:45 കൂട്ടുക. അപ്പോൾ നമുക്ക് 12:80 എന്ന ഉത്തരം കിട്ടും. 80 മണിക്കൂറിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ അതിനെ പിരിച്ചെഴുതുക. അന്നേരം 60 കൂട്ടണം 20. 60 20 നമ്മൾക്ക് മിനിറ്റിന്റെ അടുത്ത് വെക്കാം. അപ്പോൾ 1:20 PM. ഇനി മക്കളെ ഞാൻ നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്.
മൈക്ക് ഓൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് പറയട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് പറയട്ടെ. ഏതെങ്കിലും ചോദ്യം ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ പേരൻസ് അവരുടെ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് വിവരിക്കട്ടെ. പേരൻസ് കൂടെ ഇരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആൽഫ ഇത് 7, ഇത് 7, ഇത് 2, ഇത് 2 എല്ലാ സെന്റിമീറ്ററിലാണേ. ഇതും 2, ഇതും 2. ഓഹോ, ഇതും 2, ഇതും 2. എല്ലാം ഇങ്ങനെയാണ് ഈ സമചതുരല്ല ചതുരത്തിന്റെ ഒരു രൂപം. ഇതിൽ എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഹൗ മെനി റെക്ടാംഗിൾസ് ആർ ഹിയർ? ഇതിൽ എത്ര റെക്ടാംഗിൾസ് ഉണ്ട്? ഹൗ മെനി റെക്ടാംഗിൾസ്? ഇതിൽ എത്ര ചതുരങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഇപ്പം വേണ്ട, സമയം ഞാൻ തരും. ഇപ്പം നിങ്ങൾ ആരും ടൈപ്പ് ചെയ്യണ്ട. ഈ ഒരു വലിയ ചതുരത്തിന്റെ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ, വാട്ട് ഈസ് ദ പെരിമീറ്റർ? ദ ബിഗ് റെക്ടാംഗിൾ. പെരിമീറ്റർ മലയാളത്തിൽ ചുറ്റളവ് എത്രയാണ്? ഇതിന്റെ ചുറ്റുമുള്ള അളവ് എത്രയാണ് എന്നാണ് ചോദ്യം. ഇപ്പൊ വേണ്ട, പിന്നീട് മതി. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, പിന്നീട് മതി. ഇവിടെ മൂന്നാമതൊരു ചോദ്യം കൂടി ഞാൻ തരികയാണ്. എന്താണ് ഈ 2 ചോദ്യത്തിനും 3 ചോദ്യത്തിനും ഉത്തരം ഇപ്പം വേണ്ട. ഇത് യൂട്യൂബിൽ വരും, ഇന്ന് തന്നെ വരും. യൂട്യൂബിൽ വരുന്ന സമയത്ത് ആ 3 ചോദ്യങ്ങളെ ആൻസർ ചെയ്താൽ മതി. എന്തിനാ ഇപ്പം ആൻസർ ചെയ്തത്? യൂട്യൂബിൽ വരട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, യൂട്യൂബിൽ വരുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ വരുന്ന കുട്ടികളിൽ നിന്ന്, കമന്റ് ചെയ്ത കുട്ടികളിൽ നിന്ന്, ശരി ഉത്തരം തിരഞ്ഞെടുത്ത കുട്ടികളിൽ നിന്ന് അതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്തിട്ട് ആ 5 പേർക്ക് ഇതാ ഞങ്ങൾ ഒരുക്കുന്നു, ഞങ്ങൾ അയച്ചു കൊടുക്കുന്നു. LSSന്റെ പ്രീവിയസ് ഇയറിലെയും അല്ലാതെയുമുള്ള മാതൃകാ ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കും. നിങ്ങൾക്കൊരു ബുക്ക്ലെറ്റ് അവിടെ കിട്ടും. ഇതിൽ 5 വർഷത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആർക്കാണ് ഇത് അയച്ചു കൊടുക്കുക? കൃത്യമായിട്ട് യൂട്യൂബിലൂടെ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായിട്ട് തരുന്ന കുട്ടികൾക്ക്, അതിൽ നറുക്കിട്ടെടുത്ത് കുട്ടികൾക്ക് കൊടുക്കും. 5 പേരെ സെലക്ട് ചെയ്ത് അയച്ചു കൊടുക്കും ഫ്രീ ആയിട്ട്. ഇതാ അടുത്ത ചോദ്യം ഇതിന്റെ കൂടെ ചേർത്ത് വെക്കുന്നു. ഈ ചിത്രത്തിൽ നിന്നും, ഈ പിക്ചറിൽ നിന്നും, ഈ ഫിഗറിൽ നിന്നും, ഈ ചിത്രത്തിൽ നിന്നും 32 സെന്റിമീറ്റർ, 32 സെന്റിമീറ്റർ, 32 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഇതിൽ നിന്ന് 32 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരം എടുത്താൽ, ഒരു 32 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരം എടുത്താൽ, ഒരു റെക്ടാംഗിൾ എടുത്താൽ, കുറച്ച് ഉയർന്ന ചോദ്യമാണ്. ഇതിൽ നിന്ന് 32 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു റെക്ടാംഗിൾ എടുത്താൽ അതിൽ നിന്നും 2 സെന്റിമീറ്റർ വശമുള്ള, സൈഡുള്ള, 2 സെന്റിമീറ്റർ സൈഡുള്ള എത്ര സ്ക്വയേഴ്സ്, എത്ര സമചതുരം മുറിച്ചെടുക്കാം? അൽഫ ആ ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കുമ്പോൾ. അല്ല, ആദ്യം മുതൽ ഒന്നുകൂടി വായിക്കുക. ചിത്രം ഒന്ന് വായിക്കുക, സെന്റിമീറ്റർ വായിക്കുക, അതിനുശേഷം ഓരോ 3 ചോദ്യം വായിക്കുക. What was the first question? How many rectangles in this picture? ഈ പിക്ചറിൽ എത്ര റെക്ടാംഗിൾസ് ഉണ്ടെന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഈ പിക്ചറിൽ എത്ര ചതുരങ്ങളുണ്ട്? അത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഈ ചിത്രത്തിന്റെ ചുറ്റളവ് എത്ര എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ എത്ര എന്നാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഈ ചിത്രത്തിൽ നിന്ന് 32 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരം എടുത്താൽ അതിൽ നിന്നും 2 സെന്റിമീറ്റർ വശമുള്ള എത്ര സമചതുരം മുറിച്ചെടുക്കാം? നല്ല ചോദ്യമാണ്.
ഇതിൽ നിന്ന് 32 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരം എടുത്താൽ 32 സെന്റിമീറ്റർ ഉള്ള ഒരു ചതുരം എടുത്താൽ ആ ചതുരത്തിൽ നിന്നും 2 സെന്റിമീറ്റർ വശമുള്ള എത്ര സമചതുരം മുറിച്ചെടുക്കാം? ഈ ചോദ്യങ്ങൾക്കുള്ള ചർച്ച നാളെ നമുക്ക് 7:30 മണിക്കുള്ള ക്ലാസ്സിൽ പറയാം. ഈ 3 ചോദ്യത്തിനും ഇന്ന് തന്നെ നിങ്ങൾ ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളൂ. ഞാൻ ഈ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് പോയിട്ട് നേരത്തെ എത്തുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും ഞാൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. ഒരുപക്ഷെ മറ്റ് ജില്ലയിലേക്കെല്ലാം പോകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്താൻ വൈകാറുണ്ട്. അതുകൊണ്ടാണ് ഈ ക്ലാസ്സുകളൊക്കെ കുറച്ച് മുന്നോട്ട് പോകുന്നത്. ഏതായാലും നമ്മുടെ ഇപ്പോൾ തീരുമാനിച്ച പ്രകാരം നാളെ വൈകുന്നേരം 7:30 മണിക്ക് നമ്മുടെ ക്ലാസ് നടക്കും. ഈ വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ ആൻസർ ഇവിടെ അല്ല ചെയ്യേണ്ടത്, കമന്റ് ബോക്സിൽ ലേഡർ LSS എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് നിങ്ങൾ മറുപടി തരേണ്ടത്. ഇന്ന് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിജയം നേരുന്നു. അവരെല്ലാവരും LSSന്റെ ഉയർന്ന മാർക്ക് നേടുന്ന കുട്ടികളാവട്ടെ. കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് കണക്കാണ്, ഗണിതം, മാത്സ്. അതിന് ആണ് മാക്സിമം മാർക്ക് നിങ്ങൾ പിടിക്കേണ്ടത്. 20-ൽ 20 ഞാൻ നിങ്ങൾക്ക് മേടിച്ചു തരാം. കൃത്യമായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക, പറയുന്ന കാര്യം കൃത്യമായിട്ട് പഠിക്കുക. ചോദ്യങ്ങൾ വരുന്നത് എവിടെ നിന്നാണൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഒന്ന്, പെരിമീറ്ററായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും, അത് പഠിക്കണം, ചുറ്റളവുമായിട്ട് ബന്ധപ്പെട്ട്. മറ്റൊന്ന്, വീൽ ഓഫ് ടൈമിൽ നിന്ന് ചോദ്യം ഉണ്ടാവും, സമയചക്രത്തിൽ നിന്ന്. പിന്നെ നമ്പേഴ്സായിട്ട് ബന്ധപ്പെട്ട പല ടൈപ്പ് ചോദ്യങ്ങൾ വരും. ഈവൺ നമ്പേഴ്സ് ആവാം, ഓഡ് നമ്പേഴ്സ് ആവാം. ഈവൺ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും തുടർച്ചയായിട്ട് കൂട്ടിക്കഴിഞ്ഞാലുള്ള വ്യത്യാസങ്ങളാവാം. നാച്ചുറൽ നമ്പേഴ്സും ഈവൺ നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസമാവാം. പലതും ചോദിക്കാം. ഇടക്ക് കയറിയിട്ടും ചോദിക്കാം. 11 മുതൽ 50 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് ചോദിക്കാം. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കുട്ടികൾക്ക് സ്പീഡിൽ ചെയ്ത് പഠിക്കാനും കഴിയേണ്ടതുണ്ട്. റോമൻ നമ്പേഴ്സിന് ചോദ്യം വരും, കലണ്ടർ മാത്സിന് ചോദ്യം വരും. ഇങ്ങനെ പല ടൈപ്പിൽ നിന്ന് ചോദ്യം വരും. ഇതാണ് നിങ്ങൾക്ക് ഞാനൊരു കുസൃതി ചോദ്യം തരികയാണ്. കുസൃതി ചോദ്യമല്ല, ഇത് വലിയവർക്കുള്ളൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ ആൻസർ ഇന്ന് വേണ്ട, നിങ്ങൾ യൂട്യൂബിലൂടെ ആ ആൻസർ അറിയിച്ചാൽ മതി. 2001 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? 2001 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? Which day is 2001 January 1st എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ആർ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. 7 ഓപ്ഷൻ തരികയാണ്. ഏതായിരിക്കും എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്തതോടൊപ്പം തന്നെ ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്തത്, എങ്ങനെ കിട്ടി എന്നും പറയേണ്ടതുണ്ട്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.